നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ടർബോ ജോസിൻ്റെ വിശേഷമാണ്. മമ്മൂക്ക കേന്ദ്ര കഥാപാത്രത്തെ ചെയ്ത സിനിമ, മമ്മൂട്ടി കമ്പനിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 2 മണിക്കൂർ 25 മിനിറ്റുള്ള സിനിമ. മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥയിൽ വൈശാഖാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. 2 മണിക്കൂർ 25 മിനിറ്റ് ഞാൻ പറഞ്ഞു. ഇന്നലെയാണ് സിനിമ നാട്ടിൽ റിലീസ് ചെയ്തത്. സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂസൊക്കെയാണ്. ചിലർ നല്ലതെന്ന് പറയുന്നു, ചിലർ മോശമെന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് സിനിമ ഇന്ന് കണ്ടത്. ഇന്നായിരുന്നു ഇവിടെ റിലീസ്. മമ്മൂട്ടിയെ കൂടാണ്ട്, മമ്മൂക്കയെ ടർബോ ജോസ് ആയിട്ട് അവതരിപ്പിക്കുന്നത് മമ്മൂക്കയെ കൂടാണ്ട് വെട്രിവേൽ ഷൺമുഖമായിട്ട് എത്തുന്നത് രാജ്ബി ഷെട്ടിയാണ്, കന്നഡ നടൻ. പിന്നെ നമ്മുടെ ജയിലറിലെ സുനിലുണ്ട്. പിന്നെ അഞ്ജന ജയപ്രകാശ്, പാച്ചു അത്ഭുത വിളക്കിലെ ഹീറോയിൻ. നിരഞ്ജന അനൂപുണ്ട്. രോമാഞ്ചത്തിലെ പയ്യൻ എബിൻ ടോമുണ്ട്. ദെൻ ആരാണ്, നമ്മുടെ ശബരീഷുണ്ട്, പ്രേമത്തിലെ ശബരീഷുണ്ട്. ജോണി അന്നയുണ്ട്. പ്രശാന്ത് അലക്സാണ്ടറുണ്ട് എന്ന് വേണ്ട ഒരു വലിയ താരനിര. എല്ലാവരുടെയും പേര് ഓർത്തിരിക്കാൻ തന്നെ പാടാം, കാരണം അത്രയും പേരുണ്ട്. ബിന്ദു പണിക്കർ, പറയാം ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടർ ബിന്ദു പണിക്കരുണ്ട്. ക്യാമറ കൈകാര്യം ചെയ്യുന്നത് വിഷ്ണു ശർമ്മ. മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവ്യർ. എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്. ഇവരുടെയൊക്കെ പേര് എടുത്തു പറയണമെന്ന് തോന്നി, കാരണം നായകനെ വെല്ലുന്ന ഒരു ഇൻട്രോ അല്ലെങ്കിൽ എന്താണ് ഒരു കിടില മ്യൂസിക്കാണ് ക്രിസ്റ്റോ സേവ്യർ രാജ്ബി ഷെട്ടിക്ക് കൊടുത്തേക്കുന്നത്. രാജ്ബി ഷെട്ടി ഓരോ തവണ വരുമ്പോഴും കിടില ഇമ്പാക്റ്റ് ആയിരുന്നു. അടിപൊളി മ്യൂസിക് എന്ന് വെച്ചാൽ അടിപൊളി മ്യൂസിക്, നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ മമ്മൂക്കയുടെ കേന്ദ്ര കഥാപാത്രത്തിനുണ്ട് അത്ര നല്ല മ്യൂസിക്കാണെന്ന് സംശയമുണ്ട്. ഇപ്പോൾ ജയിലറിൽ ലാലാട്ടം വന്ന പോലെയൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പർ മ്യൂസിക്കായിരുന്നു. പിന്നെ ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിങ്ങും കട്ടും എല്ലാം കിടിലമായിരുന്നു. ഒരു സീനിൽ ബാങ്കിലിരുന്ന് സംസാരിക്കുന്ന ഒരു സീനൊക്കെയാണ്, അതൊക്കെ നല്ല രസമായിട്ട് ഷമീർ മുഹമ്മദിൻ്റെ അത് കലക്കി, അടിപൊളിയായിരുന്നു. പിന്നെ മമ്മൂക്ക ഇനി പെർഫോമൻസിലേക്ക് സിനിമ എങ്ങനെയുണ്ടെന്ന് ഒരു വാക്യം ചോദിച്ചാൽ ജസ്റ്റ് ആവറേജ് ആയ സിനിമയാണ്. അതിനപ്പുറത്തേക്ക് ഒട്ടും പറയാനില്ലാത്ത സിനിമയാണ്. കാരണം ഈ സിനിമയുടെ പാറ്റേണിലുള്ള സിനിമയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസ്, ഭയങ്കര റിച്ച്, നല്ല കാശ് മുടക്കി എടുത്തേക്കുന്ന സിനിമയാണ്. അത് ഇത്രയും വലിയ താരങ്ങൾ, ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ആക്ടറും കൂടെ ഉണ്ട്. എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഒരു സർപ്രൈസ് ഉണ്ട് എലമെൻറ്റ്, ഒരു ആക്ടറും കൂടെ ഉണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അത് അവിടെ സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ സിനിമ പേഴ്സണലി എനിക്ക് ഫസ്റ്റ് ഹാഫ് തുടങ്ങി കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നമ്മൾ മിക്സഡ് റിവ്യൂസൊക്കെ കണ്ടിട്ട് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് ഫസ്റ്റ് ഹാഫ് വാച്ചബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ റിവ്യൂസൊക്കെ കണ്ടത് ഫസ്റ്റ് ഹാഫ് പോരാന്നായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയത് ഫസ്റ്റ് ഹാഫ് ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ കാണുന്ന എല്ലാ സീൻസും നായകൻ നാട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നു, പുറത്തേക്ക് പോകുന്നു, ഇത് നോർമൽ ക്ലീഷ ആ ഒരു ടെംപ്ലേറ്റിൽ പോകുന്ന സിനിമ. അതിനപ്പുറത്തേക്ക് സിനിമയിൽ ഒന്നുമില്ല. ശരിക്കും വളരെ വീക്കായിട്ട്, വളരെ അലസമായിട്ട് എഴുതിയേക്കുന്ന ഒരു സ്ക്രിപ്റ്റായിട്ടാണ് ശരിക്കും ഫീൽ ചെയ്തത്. പക്ഷേ വൈശാഖ് ആ സ്ക്രിപ്റ്റിനെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ എങ്കിലും. പക്ഷേ മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥയിൽ ആകെപ്പാടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിനകത്തൊരു ബാങ്ക് സ്കാം നടക്കുന്നുണ്ട്. ആ ബാങ്കിൽ സ്കാം നടക്കുന്നത് ആ ത്രെഡും ആ പ്ലോട്ടും, ചെറിയ പ്ലോട്ടാണ് അത്, അത്രയേ ഉള്ളൂ. പക്ഷേ അത് നല്ല രസമായിട്ട് അതിൻ്റെ അത്ര നേരമുള്ള ഒരു 10 മിനിറ്റൊക്കെ അത് കാണിക്കണമെന്ന് തോന്നുന്നു. അത് നമ്മൾ കാണാത്തൊരു സെറ്റപ്പായിരുന്നു. ആ ബാങ്ക് സ്കാമിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് രസമുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു പ്രമേയം നല്ല രസമായിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിനകത്ത് ഒരു പുതുമയായിട്ട് ബാക്കിയെല്ലാം ചുമ്മാ അടി, പെരുന്നാൾ ഫൈറ്റൊക്കെ RDXലെ പെരുന്നാൾ ഫൈറ്റൊക്കെ ഇതിലൊക്കെ 100 രസമായിട്ട് എടുത്തു. പക്ഷേ മമ്മൂട്ടി നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. കാരണം മമ്മൂക്ക മരിച്ച് അഭിനയിക്കണമല്ല, മമ്മൂക്കയ്ക്ക് അങ്ങനെ ഭയങ്കര അഭിനയിച്ച് ഫലിപ്പിക്കാനൊന്നുമില്ല. പക്ഷേ നല്ല മേലനങ്ങി ഒരുപാട് വലിയ ഡൂപ്പിനൊന്നും ചെയ്ത് അല്ലാണ്ട് മമ്മൂക്ക ഫൈറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഈ ഫൈറ്റ് ചെയ്യുന്നതൊന്നും അത്രയും നമുക്ക് കണക്റ്റ് ആവില്ല. ബേസിക്കലി അത്രയും നമുക്ക് ഇത് സൂപ്പർ എന്ന് പറയാൻ തോന്നണ്ടേ. ഇപ്പോൾ കുറേ എഡി നടക്കുന്നു. ഇപ്പോൾ പെരുന്നാളിൽ അവിടെ ഒരു ഫൈറ്റ് ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു പോലീസ് സ്റ്റേഷനിലൊരു ഫൈറ്റ് ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. അത് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ വേറെ കുറേ ചൈനീസുകാരും ഒക്കെ വന്നിട്ട് ഏതാണ്ട് പുലിമുരുകൻ സ്റ്റൈലിൽ അത് വീണ്ടും നമ്മൾ എന്തോ കാണിക്കാനൊക്കെ ഉള്ള പോലെ തോന്നി. അതൊക്കെ പരമ ബോറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ അങ്ങോട്ട് അടി തമിഴ് സിനിമേനെ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയൊക്കെ കാണുന്ന ആ ഒരു രീതിയിലാണ് സിനിമ പോയത്. പേഴ്സണലി എനിക്ക് സെക്കൻഡ് ഹാഫ് ഒറ്റ രീതിയിൽ കണക്ട് ആയില്ല. പല സമയത്തും ബോറടിക്കണമല്ലോ. കാരണം ഇത് തീരണില്ല. മമ്മൂക്ക തന്നെ അതിൻ്റെ അകത്ത് കഥാപാത്രത്തിനകത്ത് പറയണ്ടേ, ഇത് തീരുന്നില്ലല്ലോ. അതുപോലൊക്കെ തന്നെയാണ് പോയത്. കാരണം അതിൻ്റെ അവസാനത്തെ ക്ലൈമാക്സിലും ഒക്കെ കുറേ ആളുകൾ ഫൈറ്റ് ചെയ്യാനായിട്ട്, അതായത് ഇത്രയും വലിയ ഫൈറ്റ് ഉണ്ട് ഇതിന് സിനിമയ്ക്ക് അതൊന്ന് കാണിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യണ പോലെയാണ് ഫീൽ ചെയ്തത്. രാജ്ബി ഷെട്ടിയും ബിന്ദു പണിക്കരുടെയും പെർഫോമൻസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. രാജ്ബി ഷെട്ടി എപ്പോഴൊക്കെ സ്ക്രീനിൽ വരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു. സൂപ്പറായിട്ട് രാജ്ബി ഷെട്ടി ചെയ്തിട്ടുണ്ട്.
ആ ക്ലൈമാക്സ് വരെ ആ വില്ലൻ്റെ റോളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയണം തോന്നിയത് നമ്മുടെ ബിന്ദു പണിക്കറിൻ്റെ എപ്പോൾ സ്ക്രീനിൽ കാണിക്കണോ അപ്പോൾ ഒക്കെ രസമായിരുന്നു. അത്ര ഫണ്ണായിരുന്നു അവരെ വാച്ച് ചെയ്യാനായിട്ട്. അത്ര അവരുടെ ഡയലോഗ് ഡെലിവറി, അവരുടെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം ക്ലാസ്സായി കിഡിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കോമഡി ജെറി എന്ന് വിളിക്കുമ്പോൾ പറഞ്ഞ ഒരു സംഭവമുണ്ട്, അതൊക്കെ കിഡിലാണ്, കൈയടിച്ചു പോകും നമ്മൾ. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശബരീഷ് വർമ്മയ്ക്ക് ഭയങ്കരമായിട്ടും ചെയ്യാനില്ല, എന്നാലും ശബരീഷ് ആ റോള് നന്നായിട്ട് ചെയ്തു. പിന്നെ അഞ്ജന ജയപ്രകാശിനും മമ്മൂക്കയുടെ കൂടെ ത്രൂ ഔട്ട് ഉണ്ട് റോള്. അവരുടെ റോള് അവരെ കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമുണ്ട്. അപ്പോൾ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എല്ലാം നല്ല രീതിയിൽ കൊണ്ടുവന്നു. മമ്മൂക്ക ഒട്ടും മോശമാക്കില്ല, മമ്മൂക്ക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം വെച്ചാൽ ഈ തിരക്കഥയിൽ ഇതിൽ കൂടുതൽ ചെയ്യാനൊന്നുമില്ല. വളരെ വളരെ അലസമായിട്ട് എഴുതിയേക്കുന്ന ഒരു ടെംപ്ലേറ്റിലേക്ക് ഒരു നോർമൽ ടെംപ്ലേറ്റും ഉണ്ട് പറഞ്ഞു കൊടുത്തത്. ഇതിങ്ങനെ ഒരു അടിപ്പടം തെലുങ്ക് പടം പോലത്തെ അല്ലെങ്കിൽ തമിഴ് പടം പോലത്തെ ഒരു പടം എടുക്കണം, അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു. അതിൽ ആ ബാങ്ക് സ്കാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അത് നല്ല പുതുമയുള്ള സംഭവമായിരുന്നു. അത് ഒഴിച്ചാൽ ഈ സിനിമ എല്ലാം ക്ലീഷയുടെ പരിപാടി മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ 10 കൊല്ലം മുന്നേ ഷാജി കൈലാസ് ഈ പടം എടുത്താൽ ചിലപ്പോൾ ആയിരിക്കും ഷാജി കൈലാസ് എടുക്കുന്ന രീതിയിലൊരു പടം. വൈശാഖ് ഈ സ്ക്രിപ്റ്റ് അത്യാവശ്യം തരക്കേടില്ലാണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ സ്ക്രിപ്റ്റിൽ ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കാരണം ഓസ്ലർ തന്നെ സ്ക്രിപ്റ്റ് വളരെ ആവറേജാണ്. ഈ ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി ഇല്ലെങ്കിൽ ആ സിനിമ ഓസ്ലർ മൈനസ് മമ്മൂക്ക ഈസ് 0. ഇതിനകത്ത് മമ്മൂക്ക ഉണ്ടായിട്ടും ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് പുള്ളിയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലൊക്കെ മരിച്ചടിക്കുന്നുണ്ട്. അടിയെന്ന് വെച്ചാൽ അടി നല്ല സ്റ്റൈലായിട്ട് അഭിനയിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഡൂപ്പൊന്നും നമുക്ക് തോന്നില്ല. അത് ചെയ്യണതെല്ലാം വളരെ കൺവിൻസിങ് ആയിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. പണ്ടത്തെ ആ ഒരു കോട്ടയംകുഞ്ഞച്ചൻ്റെ സ്റ്റൈലിലുള്ള അടിയൊക്കെ ഏകദേശം തോന്നും. പക്ഷേ ഇതൊന്നും നമ്മളിലേക്ക് ഇത് സൂപ്പർ എന്ന് തോന്നണ്ടേ, അതിനൊരു കണക്ഷൻ വരണം. ആ കണക്ഷൻ ഈ സിനിമയിൽ ഉണ്ടായില്ല. ഒരു എന്താണ് ഒരു പേഴ്സണലി ഒരു അതർ ലാംഗ്വേജ് പടം, ഒരു മാസ് മസാല പടം, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും അതിനകത്തില്ല. ഈ മാസ് മസാല പടം ആണെങ്കിൽ പോലും അതിനകത്ത് നമ്മൾ കണക്ട് ചെയ്യിക്കണം. അങ്ങനെ ഒരു കണക്ഷൻ ഫസ്റ്റ് ഹാഫിലോ സെക്കൻഡ് ഹാഫിലോ സിനിമയ്ക്ക് വന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രധാന ഒരു പോരായ്മ. എങ്കിലും ഒരു തവണ നിങ്ങൾക്ക് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി ടർബോ ജോസ് ഫീൽ ചെയ്ത്. അപ്പോൾ കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. Bye-bye.